ചെയ്യുമ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞു, ടീന പൂർണ്ണമായിട്ടൊരു റിക്കവറി ഉണ്ടാവില്ല, എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ എക്സാക്ട് പൊസിഷൻ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു വെയിൻ, എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ടീനയ്ക്ക് എന്ത് പറ്റും എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല, ആഫ്റ്റർ സർജറി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ഡോക്ടർ എനിക്ക് പറഞ്ഞു, ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ എല്ലാവരെയും കാണാം. അപ്പോൾ തലേ ദിവസം അച്ഛൻ വന്ന് എനിക്ക് അന്ത്യകൂദാശ വരെ തന്നു. ഈ ഒരു ചെറിയ പ്രായത്തിൽ അന്ത്യകൂദാശ വരെ കിട്ടുന്ന ആദ്യത്തെ വ്യക്തി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ എനിവേസ് ഞാൻ മരണം മുന്നിൽ കണ്ടിട്ടാണ് ആ സർജറിക്ക് രാവിലെ എന്നെ 7 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ടോം ജോസ് എന്ന് പറയുന്ന ഡോക്ടറാണ്. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ആകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഈ കാശ് രൂപം ഒന്ന് ഓപ്പറേഷൻ തിയേറ്ററിലും അതുപോലെ വെന്റിലേറ്ററിലായിരിക്കുമല്ലോ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്നത്, അവിടെ ഇതൊന്ന് വെക്കാനുള്ള പെർമിഷൻ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഓക്കെ ടീന, നോ ഇഷ്യൂ, അവിടുത്തെ സിസ്റ്ററിനെ ഏൽപ്പിച്ചാൽ മതി, സിസ്റ്റർ അത് എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ മെറ്റൽ പാർട്ടുള്ള ഇതായതുകൊണ്ട് അത് റിമൂവ് ചെയ്തിട്ട് സിസ്റ്ററിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നതിന് മുമ്പ് ആ കാശ് രൂപം അവിടുത്തെ സിസ്റ്ററിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നത്. അവിടെ കയറി 5 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞ സർജറി 9 മണിക്കൂറോളം എടുത്തു ആ സർജറി പൂർത്തിയാവാനായിട്ട്. അതുപോലെ നമുക്ക് 6 കുപ്പി ബ്ലഡായിരുന്നു വേണ്ടിയിരുന്നത്. ലാസ്റ്റ് മിനിറ്റ് ബ്ലഡ് തികയാതെ വന്ന് അതും അതിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് നമ്മളെ അവർ ആരൊക്കെയോ ഗ്രൂപ്പിലൊക്കെ ഇട്ട് വിതിൻ സഡനായിട്ട് നമുക്ക് ബ്ലഡ് വരെ കറക്റ്റ് സമയത്ത് കിട്ടി. അങ്ങനെ ആ സർജറി കഴിഞ്ഞു. ഞാൻ വെന്റിലേറ്ററിൽ 2 ദിവസം കിടന്നു. ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്ക് എനിക്ക് ബോധം തെളിഞ്ഞു. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. കാരണം ഡോക്ടറിനോട് ചോദിച്ചു, ടീന കേൾക്കാമോ? കേൾക്കാം, എനിക്ക് കേൾക്കാം, കാണാം, എൻ്റെ 2 കണ്ണിനും ഒരു കുഴപ്പമില്ല. ഞാനൊരു കൈയും കാലൊക്കെ ഒന്ന് അനക്കി നോക്കി, തല ഒട്ടും അനക്കത്തില്ല, കാരണം ഫുള്ള് ഇതൊക്കെ ഹെയർ എൻ്റെ രണ്ടാമത് വന്ന ഹെയറാണ്, ഫുള്ള് റിമൂവ് ചെയ്തിട്ടായിരുന്നു. ഈ ഒരു ഓപ്പൺ സർജറി ആയിരുന്നു. അപ്പം എനിക്ക് കാണാനും കേൾക്കാനും ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഇത്രയായി, എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല.